ഹിജാബ് വിഷയത്തെ തുടർന്ന് 2 ദിവസം അടച്ചിട്ടിരുന്ന പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂള് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് രാവിലെ മുതൽ ഇവിടെ സ്കൂളിൻ്റെ പ്രവർത്തനം സുഗമമായിട്ടാണ് നടക്കുന്നത്. 2 ദിവസം ഈ സ്കൂള് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന രീതിയിൽ ഇന്ന് പ്രധാനമായും ഇവിടെ പരീക്ഷകളാണ് നടന്നത് കുട്ടികളുടെ. ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ പുറത്തു പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇന്നും ഇവിടെ ഉണ്ട്. കാരണം ഹൈക്കോടതിയുടെ ഒരു പോലീസ് സംരക്ഷണ ഉത്തരവ് സ്കൂളിന് മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനും സ്കൂളിനും ഒക്കെ ഒരു സംരക്ഷണം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കിയത് എന്നൊരാക്ഷേപം സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ട്. കാരണം ഈ ഹിജാബ് ധരിക്കുന്നത് തെറ്റില്ല, അത് വിദ്യാഭ്യാസ വകുപ്പ് അതിന് അനുകൂലമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുറപ്പെടുവിച്ചത്. അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ സ്കൂളിൻ്റെ ഒരു പ്രവർത്തനം മായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ഒരു അനവസരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് എന്ന് ഒരു ആക്ഷേപവും ആരോപണവും ശക്തമായി സ്കൂൾ മാനേജ്മെൻറ്റിനും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ട്. ഈ സെൻറ്റ് റീത്താസ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആവശ്യം ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ മുമ്പാകെ ഉന്നയിച്ചോടുകൂടിയാണ് ഈ ഒരു വിഷയം വലിയ ശ്രദ്ധേയമായി മാറുന്ന സംസ്ഥാന തലത്തിൽ ചർച്ചയായി മാറുന്നത്. കാരണം മാനേജ്മെൻറ്റ് പറയുന്നത് അത്തരത്തിലുള്ള ഹിജാബ് ധരിക്കുന്നതിന് അനുമതി നൽകാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു അനുഭവം സ്കൂളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അങ്ങനെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൻ്റെ നിയമാവലിക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനാൽ ഇത്തരത്തിലും ആവശ്യം അംഗീകരിക്കാൻ പറയുകയുണ്ടായി. അങ്ങനെ ഈ ഒരു വിഷയം ഇവിടെ ഉടലെടുക്കുന്നത്. പിന്നീട് പ്രശ്നം പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അവരൊക്കെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആ തീരുമാനം ഹിജാബ് ധരിക്കണമെന്ന ആവശ്യത്തിൽ പിന്നോട്ട് പോവുകയും ഉണ്ടായി. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന ഒരു ആഗ്രഹം കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. രക്ഷിതാക്കൾക്കും പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കും തരത്തിൽ ഈ സ്കൂളിൽ തന്നെ ആ കുട്ടി പഠനം പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു ആവശ്യത്തിന് പിന്നിൽ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയുള്ള ഒരു നീക്കത്തിൻ്റെ കൂടിയായിട്ടാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ വിഷയത്തെ കാണുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കെതിരെ ഉയരുന്നത്, ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢ നീക്കങ്ങളുണ്ട്, ഒരു ശ്രമമുണ്ട് എന്ന ആശയം കൂടി ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്കൂളുകൾക്കെതിരെ വലിയ പെട്ടെന്ന് ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഈ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദവും അത്തരത്തിലാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് എടുത്തിട്ടിരിക്കുന്നത്. ഏതായാലും നിയമപരമായി ഒക്കെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിന് അനുകൂലമാണ് കാര്യങ്ങൾ. പക്ഷേ ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ വളരെ ശാന്തമായി തീരുമായിരുന്ന ഒരു വിഷയത്തെ വീണ്ടും പൊടുന്നനെ വലിയ രീതിയിലേക്ക് ഒരു സംഘർഷ അവസ്ഥയിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ ഈ സ്കൂളിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ റാലിയൊക്കെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പടർന്നിരുന്നു. പക്ഷേ ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. സ്കൂളിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ ശാന്തമായും വളരെ സമാധാനപരവുമായിട്ടാണ് ഇവിടെ ഈ സ്കൂള് ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസിനെ കാണുകയും പോലീസിൻ്റെ ഒരു സാന്നിധ്യവും അവരുടെ മനസ്സിൽ ഒരു ഭയപ്പാടൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം രാവിലെ വരുമ്പോൾ വലിയ തോതിലുള്ള പോലീസിനെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് അവരുടെ മനസ്സിൽ, കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നതിന് അപ്പുറമായി മാനേജ്മെൻറ്റിനും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും എല്ലാം ഈ ഒരു പ്രശ്നം സമാധാനപരമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നു. ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ വിദ്യാർത്ഥിനിയും ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കളും പിന്നോക്കം പോയി. അപ്പോൾ നോക്കുമ്പോൾ
ഈ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായി ഈ സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൻ്റെ CBSE സ്കൂളും കൂടിയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അവരുടെ ക്ലാസ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവരുടെ വിലപ്പെട്ട നഷ്ടപ്പെട്ട സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ ഈ പ്രശ്നം രമ്യമായി തീരണം എന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഒരേപോലെ ആഗ്രഹിക്കുന്നത്. ഈ മേഖല പള്ളുരുത്തി എന്ന് പറയുന്നത് ഒരു പിന്നോക്കം നിൽക്കുന്നൊരു മേഖല കൂടിയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിൽ വിദ്യാർത്ഥികളുടെ ഒക്കെ പുരോഗതിയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ളൊരു സ്കൂൾ കൂടിയാണ് സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂള്. സെൻറ്റ് അഗസ്റ്റിൻസ് കോൺവെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇന്ന് വളരെ സമാധാനപരമായിട്ടാണ് സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നു.